binary, grayscale and color image. Now we are going to discuss how to represent an image mathematically. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇമേജ് എന്ന് പറയുന്നത് 2D സിഗ്നലാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും മാത്തമാറ്റിക്കലി ഇമേജിനെ എങ്ങനെയായിരിക്കും നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? കേൾക്കുന്നില്ല പറയുന്നത് എല്ലാവർക്കും? സൗമ്യ കേൾക്കുന്നില്ലേ? ഇപ്പോൾ 2 ഡയമെൻഷണൽ സിഗ്നൽ ആണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. നമ്മൾ റെപ്രസെന്റ് 2D സിഗ്നൽ ആയിട്ടാണ് നമ്മൾ ഇമേജിനെ പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇമേജിനെ എങ്ങനെയായിരിക്കും നമ്മൾ മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാം? ഇൻ വാട്ട് ഫോം വി ക്യാൻ റെപ്രസെന്റ് ആൻ ഇമേജ് മാത്തമാറ്റിക്കലി? എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എങ്ങനെ ആയിരിക്കും അശ്വിത? ബാക്കിയുള്ളവരെല്ലാം അവിടെ പോയി മാപ്പിംഗ് ചെയ്തിട്ടായിരിക്കും. കേൾക്കുന്നില്ല. മാപ്പിംഗ് ചെയ്തിട്ട് മാപ്പിംഗ് അത് തന്നെ. അതായത് ഇപ്പം നമുക്കിപ്പം ഇതിനെ റെപ്രസെന്റ്, ഇപ്പം നമ്മൾ നേരത്തെ f(x, y) എന്നൊക്കെ പറഞ്ഞിട്ട് വാല്യൂസിന് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ എങ്ങനെയായിരിക്കും അതിനെ റെപ്രസെന്റ് ചെയ്യാം? നമുക്ക് 2D സിഗ്നൽ ആയതുകൊണ്ട് ഏത് രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം? മെട്രിക്സ് വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം അല്ലേ. ഇമേജസിന് നമുക്ക് എന്ത് ചെയ്യാം? മെട്രിക്സസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും മാത്തമാറ്റിക്കലി ഇമേജസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് മെട്രിക്സസ് വെച്ചിട്ടായിരിക്കും. അപ്പം സപ്പോസ് നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പം f(x, y) ആണ് എൻ്റെ ഇമേജ് എന്ന് വെക്കാം, നമ്മളെ ഇമേജ്. അപ്പം ഇവിടെയൊക്കെ എന്തുണ്ടാവും? വാല്യൂസ് ഉണ്ടാവും അല്ലേ. ഇവിടെ f(0, 0) ഉണ്ടാവും, എന്തുണ്ടാവും? 0, 1 ഉണ്ടാവും, അങ്ങനെ പോകും. ഓക്കെ. അപ്പം പിന്നെ എങ്ങനെ ഉണ്ടാവും വാല്യൂസ്? നമുക്ക് നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും നമുക്ക് കാണാൻ പറ്റും. സപ്പോസ് എന്നും എമ്മും ആണ് എൻ്റെ എമ്മും എന്നും ആണ്, m/n മെട്രിക്സ് ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും: f(m-1, f(n-1) ആയിരിക്കും ഏറ്റവും അവസാനത്തെ എലമെന്റ് എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ എന്ത് വരും? f(1, 0) അങ്ങനെ പോകും. നമുക്ക് ഈ രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെക്കൻഡ് റോ. ഓക്കെ, ഫൈൻ. നമുക്ക് മെട്രിക്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇമേജസിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലൊക്കെ ഓരോ വാല്യൂസ്, നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ എന്തെങ്കിലും വാല്യൂസ് ഉണ്ടാവും. ഒരു ഗ്രേ സ്കെയിൽ ഇമേജ് ആണെങ്കിൽ ഒരു 75, 20, 30, 40 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വാല്യൂസ് അവിടെ ഉണ്ടാവും. f(0, 0) എന്നിട്ട് പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടാവും. ആ വാല്യൂനെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? നേരത്തെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞത്? സപ്പോസ് ഒരു ഗ്രേ സ്കെയിൽ ഇമേജ് ആണെങ്കിൽ നമ്മളിപ്പം ആ വാല്യൂസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇപ്പം ഇഷ്ടമുള്ള അവിടെ ഇഷ്ടംപോലെ വാല്യൂസ് ഉണ്ടാവും. അപ്പം അതിനെ നമ്മൾ എന്താ പറയുക? ഇൻറ്റൻസിറ്റി അല്ലേ. ഇൻറ്റൻസിറ്റി ഡെൻസിറ്റി അല്ല, ഇൻറ്റൻസിറ്റി എന്ന് പറയാം കേട്ടോ. അപ്പോൾ പർട്ടിക്കുലർ ഇത് ഓരോ പിക്സലിനെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുക. ഇതിൽ ഓരോ കോർഡിനേറ്റും റെപ്രസെന്റ് ചെയ്യുന്ന പർട്ടിക്കുലർ ഓരോ ലൊക്കേഷൻ ആയിരിക്കും, ഓരോ പിക്സൽ ലൊക്കേഷൻ ആയിരിക്കും. ഈ ഡൊമൈനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായിരുന്നു പറഞ്ഞത്? സ്പേഷ്യൽ ഡൊമൈൻ കേട്ടോ. സ്പേഷ്യൽ ഡൊമൈൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഇമേജിന്റെ ആ പ്ലെയിന, കോർഡിനേറ്റ്സിന്റെ പ്ലെയിൻ നമ്മൾ പറയുന്ന പേരാണ് സ്പേഷ്യൽ ഡൊമൈൻ. ഓക്കെ. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഓരോ വാല്യൂസിന് നമ്മൾ പറയുന്നത് ഇന്റൻസിറ്റി, പിക്സൽ ഇന്റൻസിറ്റി എന്ന് പറയും. ഇപ്പം സപ്പോസ് വി ആർ ഡീലിംഗ് വിത്ത് എൻ ഗ്രേ സ്കെയിൽ ഇമേജ്, നമ്മൾ ഇന്റൻസിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ ഗ്രേ വാല്യൂ എന്നൊക്കെ പറയും കേട്ടോ. ഇന്റൻസിറ്റി, ഗ്രേ വാല്യൂ എന്നൊക്കെ പറയാറുണ്ട്. ആ സംഭവത്തിന് നമ്മൾ സിഗ്നലിന്റെ കേസിൽ നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്ന പോലെ ഇവിടെ നമ്മൾ പറയുന്നത് പിക്സൽ ഇന്റൻസിറ്റി ഓർ പിക്സൽ ഗ്രേ വാല്യൂ എന്നൊക്കെ പറയും. ഓക്കെ, ശരി. ഇനി നമ്മൾ ഓക്കെ, അപ്പോൾ ഈ ഡിജിറ്റൽ ഇമേജിന്റെ കേസിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? അനലോഗ് ഇമേജും ഡിജിറ്റൽ ഇമേജും നമുക്ക് പറയാം. ഡിജിറ്റൽ ഇമേജിന്റെ കേസിൽ നമുക്ക് ഈ കിട്ടുന്ന ഗ്രേ വാല്യൂം അതുപോലെ തന്നെ നമ്മുടെ ഈ കോർഡിനേറ്റ്സ് വാല്യൂ, എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് എല്ലാം എപ്പോഴും എന്തായിരിക്കും? ഡിസ്ക്രീറ്റ് ആയിരിക്കും കേട്ടോ. ഡിസ്ക്രീറ്റ് സെറ്റ് ഓഫ് വാല്യൂസ് ആയിരിക്കും നമ്മളെപ്പോഴും ഡിജിറ്റൽ ഇമേജിന്റെ കേസിൽ ഉണ്ടാവും. അനലോഗ് ഇമേജിൽ അതെപ്പോഴും കണ്ടിന്യൂസ് വാല്യൂസ് ആയിരിക്കും വെച്ചിട്ടായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ബട്ട് ഇൻ ദ കേസ് ഓഫ് എ ഡിജിറ്റൽ ഇമേജ് ആ കോർഡിനേറ്റ്, സ്പേഷ്യൽ ഡൊമൈൻ കോർഡിനേറ്റ്സ് അതുപോലെ തന്നെ നമ്മുടെ ഇന്റൻസിറ്റി വാല്യൂസ് എന്തായിരിക്കും? ഡിസ്ക്രീറ്റ് ആയിരിക്കും. ഓക്കെ.
അപ്പോൾ അതെപ്പോഴും ഓർത്ത് വെക്കുക നിങ്ങൾ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പിക്സൽസ് ആണ് കേട്ടോ. റെസൊല്യൂഷനൊക്കെ നമ്മൾ പറഞ്ഞല്ലേ, റെസൊല്യൂഷൻ പിക്സൽസ് ഒക്കെ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വെച്ചോളൂ, നമ്പർ ഓഫ് റോസ് ഇൻ എ ഡിജിറ്റൽ ഇമേജ്. ഒരു ഡിജിറ്റൽ ഇമേജിൽ നമ്പർ ഓഫ് റോസ്, എത്ര നമ്പർ ഓഫ് റോസ് ഉണ്ടെന്ന് കാണിക്കുന്നത് അതിനെ പറയും നമ്മൾ വേർട്ടിക്കൽ റെസൊല്യൂഷൻ എന്ന് പറയും. നമ്പർ ഓഫ് റോസിന് നമ്മൾ പറയും വേർട്ടിക്കൽ റെസൊല്യൂഷൻ എന്ന് നാം വേർട്ടിക്കൽ റെസൊല്യൂഷൻ. എത്ര നമ്പർ ഓഫ് റോസ് ഉണ്ടെന്ന് നോക്കുക, അത് നമ്മൾ വേർട്ടിക്കൽ റെസൊല്യൂഷൻ എന്ന് പറയും. നമ്പർ ഓഫ് കോളംസിന് ഹൊറിസോണ്ടൽ റെസൊല്യൂഷൻ എന്ന് നമുക്ക് പറയും. ഓക്കെ, ഇത്രയും പോയിന്റ്സുകളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. ജസ്റ്റ് ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ബേസിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പിക്സൽസ്. നെക്സ്റ്റ് ടോപ്പിക് ബേസിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പിക്സൽസ്. നമുക്ക് കുറച്ച് പോർഷൻസ് സ്ലൈഡ്സ് വെച്ചിട്ട് കാണിക്കേണ്ടി വരും. നിങ്ങളെ ഇമേജസ് ഇതൊക്കെ കാണിച്ചിട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് എത്തുമ്പോൾ കുറച്ച് സ്ലൈഡ്സ് വെച്ചിട്ട് ഞാൻ ക്ലാസ് എടുക്കാം. അതായിരിക്കും കുറച്ചുകൂടി എഫക്റ്റീവ് ആവും. ഓക്കെ, ഇപ്പം നോക്കും നിങ്ങൾ ബേസിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പിക്സൽസ്. ഒരു പിക്സലും അതിൻ്റെ തൊട്ടടുത്തുള്ള പിക്സലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ പഠിക്കാൻ പോകും. ഓക്കെ, ഓക്കെ, ബേസിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പിക്സൽസ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് നെയ്ബേഴ്സ് ഓഫ് എ പിക്സൽ ആണ്. നെയ്ബേഴ്സ് ഓഫ് എ പിക്സൽ. ഓക്കെ, ഇതിനു മുമ്പ് ഇതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ എവിടെയായിരിക്കും? നമുക്ക് ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻസ്, ഇമേജ് പ്രോസസ്സിംഗിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ എല്ലാ ഫീൽഡിലും ഉണ്ടാവും. നിങ്ങൾക്ക് എക്സാമ്പിൾസ് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ അഭിജിത്ത്? ഫേസ് റെക്കഗ്നൈസേഷൻ സിസ്റ്റത്തിൽ ഉപയോഗിക്കാൻ പറ്റുമോ? ഫേസ് റെക്കഗ്നൈസേഷൻ, പിന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഒബ്ജക്റ്റ് റെക്കഗ്നൈസേഷൻ, ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഫേസ് റെക്കഗ്നൈസേഷനിൽ നമ്മൾ യൂസ് ചെയ്യും, സാറ്റലൈറ്റ് ഇമേജസിൽ യൂസ് ചെയ്യും. അപ്പോൾ ഇതിലെല്ലാം യൂസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന കുറേ ഇമേജ് പ്രോസസ്സിംഗ് ടെക്നിക്സ് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. അതൊക്കെ ആയിരിക്കും ഇതിലെല്ലാം യൂസ് ചെയ്യാം. മെഡിക്കൽ ഇമേജിങ്ങിൽ യൂസ് ചെയ്യും. മെഡിക്കൽ ഇമേജിങ്ങിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ CT സ്കാൻ, MRI, എക്സ്റേ, ഇതുപോലെ മെഡിക്കൽ ഇമേജിംഗ് ടെക്നിക്കിൽ വളരെ വൈഡായിട്ട് യൂസ് ചെയ്യും. ഒരുപാട് ടെക്നിക്സ് ഉണ്ടാവും, ഇമേജിംഗ് ടെക്നിക്സ്. പിന്നെ സാറ്റലൈറ്റ് ഇമേജസ്, പിന്നെ ടാർഗറ്റ് റെക്കഗ്നൈസേഷൻ, സെക്യൂരിറ്റി സിസ്റ്റം, സർവൈലൻസ് സിസ്റ്റം, ഇങ്ങനെയുള്ളതിലെല്ലാം വളരെ വൈഡായിട്ട് നമ്മൾ ഈ പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ കുറേ മനസ്സിലാക്കുക. നെക്സ്റ്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ ബേസിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പിക്സൽസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് നെയ്ബേഴ്സ് ഓഫ് എ പിക്സൽ. ഒരു പിക്സലിൻ്റെ നെയ്ബേഴ്സ് ഏതൊക്കെയായിരിക്കും എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഒരു ഇമേജ് എന്ന് വിചാരിക്കുക. ഒരു ഇമേജിലെ പിക്സൽ ഞാൻ ഇതിനെ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ പി എന്ന് പറഞ്ഞ പിക്സലാണ്. അപ്പം ഞാനിതിനെ P(x,y) അല്ലെങ്കിൽ ഈ പിക്സലിനെ, പർട്ടിക്കുലർ പിക്സലിനെ P(x,y) എന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ ചുറ്റിലുള്ളതെല്ലാം ഇതിന്റെ നെയ്ബേഴ്സ് ആണ്. അതായത് ആ പിക്സലുമായിട്ട് ടച്ച് ചെയ്തിരിക്കുന്ന ബാക്കി പിക്സൽസ് എല്ലാം നമ്മൾ എന്ത് പറയും? നെയ്ബേഴ്സ്. അപ്പൊ ഇതിന് എന്തൊക്കെയുണ്ട്? വെർട്ടിക്കൽ നെയ്ബേഴ്സും ഉണ്ടാവും, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ നെയ്ബേഴ്സും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിനെല്ലാം നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഹൗ കാൻ വി റെപ്രസെന്റ് all these pixels, neighbors? എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇതെന്തായിരിക്കും? ഇത് P(x,y) ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഈ പിക്സലിനെ ഞാൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഈ എക്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ? റോ അല്ലേ? വൈ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കോളമാണ് അല്ല? അപ്പൊ ഇതിന് മുമ്പുള്ള റോനെ നമ്മൾ എങ്ങനെ പിക്സലിനെ റെപ്രസെന്റ് ചെയ്യാം? ഇവിടെ കോളം ചേഞ്ച് വരുന്നുണ്ടോ? പറ. ഇല്ല. ഇല്ല. എന്തിനാ ചേഞ്ച് വരുന്നത്? റോ ആണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ അതിനെങ്ങനെ റെപ്രസെന്റ് ചെയ്യും മുകളിലത്തെ പിക്സലിനെ? P(x-1,y) x-1, y. ശരിയല്ലേ?
അശ്വിത ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ഈ താഴത്തെ പിക്സലിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് പോലെ 1, y അല്ലേ? സിമിലർലി നമുക്ക് ബാക്കി എല്ലാത്തിനെയും റെപ്രസെന്റ് ചെയ്യണം. ഇവിടെ എന്താ വന്നത്? കോളം നമുക്കൊന്ന് ആഡ് ചെയ്ത്, കോളം നെക്സ്റ്റ് കോളാണ്. അപ്പോൾ ഇതിന് റോ ചേഞ്ച് ഇല്ല. അപ്പം പി ഓഫ് എക്സ് കോമ വൈ പ്ലസ് 1. സിമിലർലി ദിസ് വിൽ ബി പി ഓഫ് എക്സ് കോമ വൈ മൈനസ് 1. ഓക്കെ. ഇനി ഇതിനെന്താ സംഭവിക്കും? ഇവിടെ എന്താ സംഭവിക്കും? കോർണറിലുള്ള പിക്സൽ ഇവിടെ റോയും ഒന്ന് ചേഞ്ച് ആയി, കോളവും ചേഞ്ച് ആയി അല്ലേ? കോളം ബാക്കിലേക്ക് പോയി. അപ്പം പി ഓഫ് എക്സ് മൈനസ്, ഇത് എഴുതിയെടുക്കാം, പി ഓഫ് എക്സ് മൈനസ് 1 വൈ മൈനസ് 1. ഇവിടെ എന്ത് വരും? പി ഓഫ് എന്ത് വരും? പി ഓഫ് എക്സ് പ്ലസ് 1 കോമ വൈ പ്ലസ് 1. ഇവിടെ എന്താ വരുക? പറ. ഇവിടെ എന്താ വരും അഭിജിത്ത്? റോ ഒന്ന് ബാക്കിലേക്ക് പോയി, കോളം ഒന്ന് പ്ലസ് ആയി അല്ലേ? അപ്പൊ എന്ത് വരും? പി ഓഫ് എക്സ് മൈനസ് 1 കോളം വൈ പ്ലസ് 1. ഇവിടെ എന്ത് വരും? കോളം ഒന്ന് ബാക്കിലേക്ക് പോയി, റോ സെയിം തന്നെ. പ്ലസ് 1 അല്ലേ? പ്ലസ് വൈ മൈനസ് 1. ഓക്കെ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇതിൻ്റെ നെയ്ബേഴ്സിനെ മാർക്ക് ചെയ്യാൻ പറ്റും. അതപ്പോൾ ഇതാണ് നമ്മുടെ സെൻട്രൽ പിക്സൽ ആണെങ്കിൽ അതിന് ചുറ്റിലുള്ള കണക്ട് ചെയ്തിരിക്കുന്ന പിക്സൽസിനെയാണ് നമ്മൾ നെയ്ബേഴ്സ് എന്ന് പറയുക. ഓക്കെ. അപ്പം ഇതിനെ തന്നെ നെയ്ബേഴ്സിനെ തന്നെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ പിക്സലിൽ 4 നെയ്ബേഴ്സ് ഓഫ് പി എന്ന് പറയും. 4 നെയ്ബേഴ്സ് ഓഫ് പി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ഈ പിക്സലിൽ വരച്ചതിൽ ഈ രീതിയിൽ വരുന്നത്, അതായത് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഈ പിക്സൽസ്, ഇതിനെ നമ്മൾ പറയും 4 നെയ്ബേഴ്സ് ഓഫ് പി. 4 നെയ്ബേഴ്സ് ഓഫ് പി എന്ന് പറയും. അല്ലെങ്കിൽ ഇതിനെ റെപ്രസെന്റ് ചെയ്യും. അതായത് ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയോ അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന പിക്സൽസിനെ നമ്മൾ പറയും N4 ഓഫ് പി, 4 നെയ്ബേഴ്സ് ഓഫ് പി. മനസ്സിലാവുന്നില്ല? കേൾക്കുന്നില്ല അഭിജിത്ത്? കേൾക്കുന്നുണ്ട്. ഓക്കെ. അതായത് 2 ഹൊറിസോണ്ടൽ ആൻഡ് 2 വെർട്ടിക്കൽ പിക്സൽസ്, അതിനെ മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ, അതിനെ മാത്രം നമ്മൾ നെയ്ബേഴ്സ് ആക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ N4 ഓഫ് പി എന്ന് റെപ്രസെന്റ് ചെയ്യും. അതായത് 4 നെയ്ബേഴ്സ് ഓഫ് പി. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഇതിന് പുറമെ നമ്മൾ ഈ പറയുന്ന പോലെ ഡയഗണൽ പിക്സൽസിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഈ പിക്സൽസിന് ഇതിന് ഈ ഡയഗണൽ പിക്സൽസിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഡയഗണൽ പിക്സൽസ്, ഡയഗണൽ നെയ്ബേഴ്സ് എന്ന് പറയും, ഡയഗണൽ നെയ്ബേഴ്സ്. അപ്പോൾ അതിനെ നമ്മൾ ND ഓഫ് പി എന്നിട്ട് റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ N4 ഓഫ് പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും ഉള്ള 2 പിക്സൽസിനെയാണ് നമ്മൾ എന്ത് പറയാം? N4 ഓഫ് പി എന്ന് പറയാം. ഡയഗണൽ എലമെന്റ്സ്, ഡയഗണൽ പിക്സൽസിന് അതുമായിട്ട് അതിൽ നെയ്ബർഹുഡ് ഒബേ ചെയ്യുന്ന ഡയഗണൽ പിക്സൽസിന് നമ്മൾ എന്ത് പറയും? ND ഓഫ് പി എന്ന് പറയും. അപ്പോൾ ഇതിനെ നമ്മൾ വേറൊരു പേര് 4th നെയ്ബർഹുഡ് എന്ന് പറയും കേട്ടോ. ഇതിന് 4th നെയ്ബർഹുഡ് എന്ന് പറയും. ഇതിന് ഡയഗണൽ നെയ്ബർഹുഡ് എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? 4th നെയ്ബർഹുഡും ഡയഗണൽ നെയ്ബർഹുഡും. ഇനി നമ്മൾ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് കളക്റ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, അതായത് N4 ഓഫ് പിനെയും ND ഓഫ് പിനെയും നമ്മൾ ഒരുമിച്ച് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അതായത് 4th നെയ്ബേഴ്സിനെയും ഡയഗണൽ നെയ്ബേഴ്സിനെയും നമ്മൾ ഒരുമിച്ച് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയും നമ്മൾ N8 ഓഫ് പി, 8th നെയ്ബർഹുഡ്. ഓക്കെ. അപ്പം N4 ഓഫ് പി എന്ന് പറഞ്ഞാൽ എന്താണ്? വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ പിക്സൽസിനെ, നെയ്ബർ പിക്സൽസിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും N4 ഓഫ് പി. ആൻഡ് ഇഫ് യു ആർ കൺസിഡറിങ് ഡയഗണൽ എലമെന്റ്സ്, ഡയഗണൽ പിക്സൽസ്, നെയ്ബർഹുഡ് പിക്സൽസ്, then we will set it as ND of P. Okay, ND of P, that is diagonal ആയിട്ട് വരുന്ന സംഭവങ്ങൾ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ പറയും ND of P. ആൻഡ് ഇതിന്റെ യൂണിയൻ N4 of P യൂണിയൻ
ഡി ഓഫ് പിനെയാണ് നമ്മൾ എന്താ പറയുക N8 ഓഫ് പി എന്ന് പറയുക. അതായത് 8th നെയ്ബർഹുഡ് പിക്സൽസ്. അതായത് എല്ലാ പിക്സൽസിനും നെയ്ബർഹുഡ് വരുന്ന അതിൻ്റെ ഒരു പിക്സലിൻ്റെ പി എന്ന് പറയുന്ന പിക്സലിൻ്റെ നെയ്ബേഴ്സ് ആയിട്ട് വരുന്ന ബാക്കി എല്ലാ പിക്സൽസിൻ്റെയാണ് കൂടിയിട്ട് നമ്മൾ പറയുന്ന പേരാണ് N8 ഓഫ് പി. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? കളക്റ്റീവ്ലി അതായത് 4th നെയ്ബർഹുഡ് ആൻഡ് ഡയഗണൽ നെയ്ബർഹുഡ് ആർ കളക്റ്റീവ്ലി കോൾഡ് 8th നെയ്ബർഹുഡ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആയോ? ഇത് 4th നെയ്ബർഹുഡും 8th നെയ്ബർഹുഡും ഡയഗണൽ നെയ്ബർഹുഡും. അർച്ചിത മനസ്സിലാകുന്നുണ്ടോ? ദീപ്തി ക്ലിയർ അല്ല? ഓക്കെ, ഇനി നമ്മൾ അടുത്ത പഠിക്കുന്ന ടേംസ് ആണ് അഡ്ജസൻസി കേട്ടോ. അഡ്ജസൻസി. ഓക്കെ, അഡ്ജസൻസി. ഓക്കെ, അപ്പം നമുക്ക് അതായത് ഒരു പിക്സൽ വേറൊരു പിക്സലിന് അഡ്ജസൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അതായത് നമുക്കൊരു 2 പിക്സൽ കണക്റ്റഡ് ആയിരിക്കണമെങ്കിൽ നമ്മളതിൻ്റെ നെയ്ബേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ ഗ്രേ ലെവലും ഒരു പെർട്ടിക്കുലർ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒരു ഹോമോജിനിറ്റി, അതായത് 2 പിക്സൽസ് തമ്മിൽ അഡ്ജസൻ്റ് ആണെന്ന് നമ്മൾ പറയണമെങ്കിൽ അല്ലെങ്കിൽ കണക്റ്റഡ് ആണെന്ന് പറയണമെങ്കിൽ അത് നെയ്ബേഴ്സ് ആയിരിക്കണം. അതിന് പുറമെ എന്തായിരിക്കണം? അത് ഒന്നിക്കിൽ ഒരേ ഗ്രേ വാല്യൂ അല്ലെങ്കിൽ ഒരു സെറ്റിലുള്ള ഗ്രേ വാല്യൂ, നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു സെറ്റിലുള്ള ഗ്രേ വാല്യൂ ആയിരിക്കണം, ഇന്റൻസിറ്റി വാല്യൂ അത് പൊസസ് ചെയ്തിരിക്കണം. എന്നാലും മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് രണ്ടും അഡ്ജസൻ്റ് അല്ലെങ്കിൽ കണക്റ്റഡ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ 3 ടൈപ്സ് ഓഫ് അഡ്ജസൻസി നമ്മൾ പറയും. നമുക്ക് നോക്കത് 3 ടൈപ്സ് ഓഫ് അഡ്ജസൻസി. എഴുതിക്കോ. അഡ്ജസൻറ്റ് പിക്സൽ എന്നാണ്. അപ്പോൾ 2 പിക്സൽസ് തമ്മിൽ അഡ്ജസൻ്റ് ആണെങ്കിൽ ഇതർ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. എന്താണ്? ഒന്ന് ആയിരിക്കണം, ഒന്നിന്റെ നെയ്ബർ ആയിരിക്കണം മറ്റേത്, അല്ലെങ്കിലല്ല അതിന്റെ കൂടെ ഒന്നും കൂടി ആ 2 പിക്സൽസും തമ്മിൽ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഹോമോജിനിറ്റി റൂൾ അത് ഒബേ ചെയ്യണം, അല്ലെങ്കിൽ ഒരേ ഗ്രേ ലെവൽ ആയിരിക്കണം. അപ്പോൾ നമുക്ക് അതിന്റെ ചെറിയ പ്രോബ്ലംസ് ഉണ്ട്, അതും കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ അഡ്ജസൻസി നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 1 4 അഡ്ജസൻസി, 2 8 അഡ്ജസൻസി, 3 M അഡ്ജസൻസി. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ് എക്സാമിന്. 4 adjacency, 8 adjacency, 3 M adjacency. അപ്പം ഓരോന്നിനും ഓരോ കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു പിക്സലും വേറൊരു പിക്സലും 4 അഡ്ജസൻ്റ് ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ ഉള്ളത് നമുക്ക് നോക്കണം. ഓക്കെ, അപ്പം നമ്മളിത് എല്ലാ കേസസിലും നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മളൊരു സെറ്റ് ഉണ്ടാക്കും, വി എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ടാക്കും. അപ്പം ഞാനതിൽ ആ വി എന്ന് പറഞ്ഞ സെറ്റിലുള്ള വാല്യൂ സപ്പോസ് 100 ആണെന്ന് വിചാരിക്കും. അപ്പം ഒരു പിക്സലും വേറൊരു പിക്സലും അഡ്ജസൻ്റ് ആവണമെങ്കിൽ എന്തായിരിക്കും കണ്ടീഷൻ? ഒന്നിക്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു രീതിയിൽ അഡ്ജസൻസി അത് കീപ്പ് ചെയ്യണം. 2 തമ്മിൽ നെയ്ബർഹുഡ് ആയിരിക്കണം. ആ രണ്ടിൻ്റെയും പിക്സലിന്റെ വാല്യൂ എന്തായിരിക്കണം? ഈ പറയുന്ന സെറ്റിലുള്ള വാല്യൂ ആയിരിക്കും. ഈ സെറ്റിലുള്ള വാല്യൂ 100 ആണ്. അപ്പം ഇവിടെ ഒരു പിക്സൽ ഉണ്ട്, സപ്പോസ് ഇങ്ങനെ വരക്കുകയാണെങ്കിൽ ഓക്കെ, ഇവിടെ പി എന്ന് പറഞ്ഞ പിക്സൽ ഉണ്ട്, ഇവിടെ ക്യൂ എന്ന് പറഞ്ഞ പിക്സൽ ഉണ്ട്. ഓക്കെ, ഈ പിയും ക്യൂവും തമ്മിൽ അഡ്ജസൻ്റ് ആവണമെങ്കിൽ കണ്ടീഷൻ, ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ 4 അഡ്ജസൻ്റ് ആണെങ്കിൽ 4 അഡ്ജസൻസിക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്, അല്ലെങ്കിൽ 8 അഡ്ജസൻ്റ് ആണെങ്കിൽ 8 അഡ്ജസൻസിന് ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതിന് പുറമെ എന്തായിരിക്കണം? ഈ പിയും ക്യൂവും പൊസസ് ചെയ്യുന്ന ഇന്റൻസിറ്റി വാല്യൂ എന്ന് പറയുന്നത് ഈ സെറ്റിലുള്ളതായിരിക്കണം. സപ്പോസ് ഇപ്പോൾ 100ന് പുറമെ ഇപ്പം 100ഉം ഇപ്പം 101 അല്ലെ 102 ഇത്രയും വാല്യൂസ് ഉണ്ടെന്നായിരിക്കും. അപ്പൊ ഇതിലുള്ള ഈ സെറ്റിലുള്ള ഏതെങ്കിലും വാല്യൂസ് ഒറ്റ വാല്യൂ ആണെങ്കിൽ ആ ഒറ്റ വാല്യൂ ആയിരിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൽ കൊടുത്ത 3 വാല്യൂസ് ഉണ്ടെങ്കിൽ 3 വാല്യൂസിൽ ഏതെങ്കിലും ആയാൽ മതി. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഹർഷ് ക്ലിയർ ആകുന്നുണ്ടോ പറയുന്നത്? അഭിജിത്ത് ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് 4 അഡ്ജസൻസി എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം 2 പിക്സൽസ് വി ആർ കൺസിഡറിങ് P and Q. 2 pixels P and Q with value from V are said to be in 4 connected or 4 adjacent if Q is in the set of N4 of P. ഒന്നുമില്ല സംഭവം, 2 P എന്ന് പറഞ്ഞ പിക്സലും Q എന്ന് പറഞ്ഞ പിക്സലും 4 അഡ്ജസൻ്റ് ആവണമെങ്കിൽ എന്തായിരിക്കണം? P എന്ന് പറയുന്നത് Q എന്ന് പറയുന്നത് N4 ഓഫ് Pയിലെ ഒരു മെമ്പർ ആയിരിക്കണം. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? N4 ഓഫ് Pയിലെ ഒന്ന്
ഈ വി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടിലും ഈ സെറ്റിലുള്ള വി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സെറ്റിലുള്ള വാല്യൂസ് ആയിരിക്കണം രണ്ടിലും ഉള്ളത്. ഇപ്പം 0ഉം 1ഉം ആണെങ്കിൽ അല്ലെ ഓക്കെ, ഇപ്പം 1 ആണ് നമ്മുടെ വാല്യൂ എങ്കിൽ ക്യൂലും പിയിലും 1 വാല്യൂ 1 ആയിരിക്കണം. അതിന് പുറമെ എന്തായിരിക്കണം, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ്. ക്യൂ എന്ന് പറയുന്നത് n4 ഓഫ് പിയിലെ ഒരു മെമ്പർ ആയിരിക്കണം. അപ്പൊ n4 ഓഫ് പി എന്ന് പറയുമ്പോൾ ഏതൊക്കെ വാല്യൂ, എവിടെയുള്ള വാല്യൂസ് ഒക്കെ വരുമോ? ഒന്നി ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പിക്സൽ വാല്യൂസ് അല്ലെ, പിക്സൽസ് ഹൊറിസോണ്ടൽ പിക്സൽസ്, പിന്നെ വെർട്ടിക്കൽ പിക്സൽസിനും. അപ്പൊ ഇതിലേതെങ്കിലും ഉള്ള ഒരു നമ്പർ ആയിരിക്കണം, ഇതിലേതെങ്കിലും ഉള്ള ഒരു മെമ്പർ ആയിരിക്കണം ക്യൂ എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ ക്യൂ വന്നു കഴിഞ്ഞാൽ ഇതെന്തായി, ക്യൂ ഇവിടെയാണ് ക്യൂ ഉണ്ടെങ്കിൽ എന്തായിരിക്കും, അത് 4 അഡ്ജസന്റ് ആയിരിക്കും. അതായത് ക്യൂവിന്റെയും പിന്റെയും വാല്യൂ 1, പുറമെ ക്യൂ ഇവിടെയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം 2 പിക്സൽസും പിയും ക്യൂവും 4 അഡ്ജസന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ ക്യൂ ഇവിടെയാ വരുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അല്ലെ. ക്യൂ ഇവിടെയാണ് വരുന്നുണ്ടെങ്കിലോ, സപ്പോസ് ക്യൂവിന്റെ വാല്യൂ ഇവിടെയാണ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്തല്ല, പിയും ക്യൂവും 4 അഡ്ജസന്റ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇനി ഇപ്പൊ ക്യൂ ഇവിടെ തന്നെ ഉള്ളത്, പക്ഷെ ക്യൂവിന്റെ വാല്യൂ മാറ്റാം. ഇവിടെ പിക്ക് 1ഉം ക്യൂവിന്റെ വാല്യൂ 0 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ 4 അഡ്ജസന്റ് ആണെന്ന് പറയാൻ പറ്റുമോ? നെയ്ബർഹുഡ് ആണെന്ന് പറയാം, പക്ഷെ പിക്സൽസ് തമ്മിൽ കണക്റ്റഡ് ആണ് അല്ലെങ്കിൽ അഡ്ജസന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? മനസ്സിലായോ? സൗമ്യ ക്ലിയർ ആയോ പറഞ്ഞ? ശിശിര നിങ്ങൾ പറയുന്ന കേൾക്കുന്നില്ല. ഓക്കെ ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ഇതേപോലെ തന്നെ 8 അഡ്ജസൻസി. 8 അഡ്ജസൻസി സെയിം തന്നെ, ഇതേപോലെ തന്നെ ആയിരിക്കും. എന്താ വ്യത്യാസം? 2 പിക്സൽസ് പി ആൻഡ് ക്യൂ വിത്ത് വാല്യൂ ഫ്രം വി ആർ 8 അഡ്ജസൻസ് ഇഫ് ക്യൂ ഈസ് ഇൻ ദ സെറ്റ് ഓഫ് n8 ഓഫ് പി. അപ്പം 8 അഡ്ജസന്റ് ആണെങ്കിൽ ക്യൂവും പിയും 2 പിക്സൽസ് 8 അഡ്ജസന്റ് ആണെങ്കിൽ ക്യൂ എന്ന് പറയുന്നത് പി ഉള്ള അതേ സെറ്റ്, പിയും ക്യൂവും ഒരേ സെറ്റിലുള്ള ഇന്റൻസിറ്റി വാല്യൂസ് പ്രോസസ് ചെയ്തിരിക്കണം. പുറമെ എന്തായിരിക്കണം, ക്യൂ ഇസ് ഇൻ ദ സെറ്റ് ഓഫ് n8 ഓഫ് പി. ഓക്കെ, n8 ഓഫ് പിയിലുള്ള ഒരു മെമ്പർ ആയിരിക്കണം ക്യൂ എന്ന് പറയുന്നത്. n8 ഓഫ് പി എന്ന് പറഞ്ഞാൽ എന്താണ്? n8 ഓഫ് പി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പിക്സൽസ് വരും? ഈ എല്ലാ പിക്സൽസും, അതിന് ചുറ്റിലുള്ള ഡയഗണൽ എലമെന്റ്സും അതുപോലെ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ പിക്സൽസും എല്ലാം എന്തായിരിക്കും? n8 ഓഫ് പി ആയിരിക്കും. ഇതിൽ എവിടെയെങ്കിലും ക്യൂ ഉണ്ടെങ്കിൽ നമുക്ക് പി ആൻഡ് ക്യൂ ആർ 8 അഡ്ജസൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പം ഇതിൽ എന്തായിരിക്കണം? സെറ്റിലുള്ള വാല്യൂസ് ആയിരിക്കണം. നമ്മൾ പറഞ്ഞ വി എന്ന് പറഞ്ഞ ഒരു സെറ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ഡിഫൈൻ ചെയ്ത സെറ്റിലുള്ള പിക്സൽ വാല്യൂസ് ആയിരിക്കണം പിയും ക്യൂവും പ്രോസസ് ചെയ്തിരിക്കുന്നത്. ഇന്റൻസിറ്റി വാല്യൂ ആ സെറ്റിലുള്ളതായിരിക്കണം. അതിന് പുറമെ ഇവിടെ എന്തായിരിക്കും? ഇതിന് എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റും? 8 അഡ്ജസന്റ് ആണെന്ന്, ക്യൂവും പിയും 8 അഡ്ജസന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് എം അഡ്ജസന്റ് ആണ് കേട്ടോ. എം അഡ്ജസൻസി. എം അഡ്ജസൻസി ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. എം അഡ്ജസൻസി നോക്കുന്ന സമയത്ത് ഒന്ന് പിയും ക്യൂവും എം അഡ്ജസന്റ് ആണെങ്കിൽ, പി ആൻഡ് ക്യൂ ആർ എം അഡ്ജസൻസ് ഇഫ് ഒന്നാമത്തെ കണ്ടീഷൻ, അതായത് സെയിം സെറ്റിൽ ഉള്ള മെമ്പർ തന്നെ ആയിരിക്കണം. അത് നമ്മൾ പറഞ്ഞു, ക്യൂ ഈസ് ഇൻ ദ സെറ്റ് ഓഫ് n4 ഓഫ് പി. ഒന്ന്, ക്യൂ ഈസ് ഇൻ ദ സെറ്റ് ഓഫ് n4 ഓഫ് പി. അതാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം സംഭവം എം അഡ്ജസൻസി. എം എന്ന് വെച്ചാൽ മിക്സഡ് അഡ്ജസൻസി എന്ന് പറയും കേട്ടോ. മിക്സഡ് അഡ്ജസൻസി ഒന്ന്, അതായത് ക്യൂ n4 ഓഫ് പി 4 അഡ്ജസന്റ് ആണെങ്കിൽ നമുക്ക് അവിടെ ഉറപ്പിക്കാം അത് എം അഡ്ജസൻസോ ആയിരിക്കും. രണ്ടാമത്തെ കണ്ടീഷൻ, അതായത് n4 ഓഫ് പി ഇന്റർസെക്ഷൻ n4 ഓഫ് ക്യൂ. n4 ഓഫ് പി ഇന്റർസെക്ഷൻ n4 ഓഫ് ക്യൂ. n4 of p intersection n4 of q has no pixel values from v. Has no pixel values from v. നമ്മൾ ഡിഫൈൻ ചെയ്ത സെറ്റ് എന്ന് എന്തുണ്ടാകാൻ പാടില്ല? സെയിം പിക്സൽ വാല്യൂ ഉണ്ട്. അതായത് n4 ഓഫ് p. ഇത് നിങ്ങൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം തരാം, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. രണ്ട് കണ്ടീഷനാണ്. ഒന്ന്, ഇത് ക്യൂ ഇസ് ഇൻ ദ സെറ്റ് ഓഫ് n4 ഓഫ് പി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം അത് എം അഡ്ജസ്റ്റഡ് ആണെന്ന് പറയാം. അല്ലെങ്കിൽ ഈ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് n4 ഓഫ് പി യു ഇന്റർസെക്ഷൻ n4 ഓഫ് ക്യൂ ഹാസ് നോ പിക്സൽ വാല്യൂസ് ഫ്രം വി. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം.
അപ്പോൾ ഞാൻ അതൊരു ഏതൊക്കെ പിക്സൽസ് തമ്മിൽ എം അഡ്ജസ്റ്റൻ്റ് ആണോ അതുപോലെ 8 അഡ്ജസ്റ്റൻ്റ് ആണോ 4 അഡ്ജസ്റ്റൻ്റ് ആണോ നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു പ്രോബ്ലം നിങ്ങൾ ജസ്റ്റ് എഴുതുക. എഴുതിക്കോളൂ. 0 1 ഡിഫൈൻ ചെയ്യുക. 0 1 1 0 0 1 0 0 0 1 0 0 1. ഓക്കെ ഓക്കെ, ഇത് ഞാൻ എഫ് എന്ന പേര് കൊടുത്തു. ഓക്കെ, ഇതിന്റെ കൂടെ v is equal to എടുക്കും. ഇത് എഴുതുക, v1 എന്ന് എടുക്കാം. ചെക്ക് ദ പിക്സൽസ് ആർ 4 adjacent. Check whether the pixels are 4 adjacent, 8 adjacent or m adjacent. കേൾക്കുന്നില്ലേ പറയുന്നത്? Check whether the pixels are 4 adjacent, m adjacent. ഈ പിക്സൽസ് തമ്മിൽ അഡ്ജസ്റ്റന്റ് ആണോ, എങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റന്റ് നമുക്ക് നോക്കാം. ഓക്കെ, ഹലോ ഇല്ലേ? അഭിജിത്ത് കേൾക്കുന്നില്ല? പറയുന്നത് കേൾക്കുന്നുണ്ട്. സ്ക്രീന് കാണില്ല. ഓക്കെ, സ്ക്രീൻ കിട്ടുന്നില്ല. സിസ്റ്റം എന്തോ കംപ്ലൈൻ്റ് ആയിട്ടുള്ളൂ. നിങ്ങളത് ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ? ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ? അഭിജിത്ത് എഴുതിയെടുത്തോ ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ എഴുതി. ഓക്കെ, അത് കുഴപ്പമില്ല. അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് നിങ്ങൾ എഴുതുക 4 adjacency എന്ന് എഴുതുക കേട്ടോ. 4 adjacency മുകളിൽ ചെറിയൊരു ഹെഡിങ് കൊടുക്കുക, 4 adjacency. എന്നിട്ട് പിക്സൽസ് തമ്മിൽ ഓരോ 1 ആണ് നമ്മുടെ സെറ്റിലുള്ളത്. അപ്പോൾ 1 വരുന്ന പിക്സൽസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ ചെക്ക് ചെയ്യണ്ടോ. അപ്പം എങ്ങനെയാണ് 4 adjacency കിട്ടുന്നുണ്ടോ നോക്കുക. ഓരോ 1 തമ്മിൽ 4 adjacency ഏതെങ്കിലും ഇപ്പോൾ 2 1 എടുക്കുക,
ആ വണ്ണുകൾ തമ്മിൽ 4 അഡ്ജസ്റ്റൻ്റ് ആണെങ്കിൽ അത് തമ്മിൽ കണക്ട് ചെയ്തിട്ട് സ്ട്രൈറ്റ് ആയിട്ടൊരു ലൈൻ വരക്കും. സ്ക്രീനിൽ കാണുന്നില്ല നിങ്ങൾക്ക് തീരെ? ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പോൾ എഴുതുന്ന ശ്രദ്ധിച്ചാൽ ഇപ്പം ബോർഡ് കാണുന്നുണ്ടോ? കാണാം ഇപ്പോൾ. ഓക്കെ, ഇതിൽ നമ്മൾ ഫസ്റ്റ് 4 നെയ്ബർഹുഡാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ 4 അഡ്ജസൻസി. അപ്പോൾ 4 അഡ്ജസൻസി ഒബേ ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ്? പറ. അതായത് ഇപ്പം രണ്ട് നമ്മുടെ പിക്സൽസ് എടുത്തു കഴിഞ്ഞാൽ അത് രണ്ടും എന്തായിരിക്കണം? N4 ഓഫ്, അതായത് ഫോർത്ത് നെയ്ബേഴ്സ് ആയിരിക്കണം. അതായത് ഫോർത്ത് നെയ്ബർഹുഡ് ഒബേ ചെയ്യണം അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? 4 അഡ്ജസൻസ് നോക്കുമ്പോൾ ആദ്യത്തെ 2 പിക്സൽസ് 2 1 ഇവിടെ ഉണ്ട്. ആ 2 1 നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വണ്ണും ഫോർത്ത് നെയ്ബേഴ്സ് ആണോ? ഫോർത്ത് നെയ്ബേഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും വരിക? എപ്പോഴും ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും സെയിം ആണോ നോക്കുക നിങ്ങൾ. അപ്പോൾ ഈ രണ്ടും ഫോർത്ത് നെയ്ബേഴ്സ് ആയിരിക്കുമോ? അല്ലേ? ഈ ഓക്കെ, ഫസ്റ്റ് വണ്ണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഫസ്റ്റ് വണ്ണ് കൺസിഡർ ചെയ്യുമ്പം അതിൻ്റെ ഫോർത്ത് നെയ്ബേഴ്സ് ഏതൊക്കെയായിരിക്കും? 1 ഉം 0 ഉം. ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്. ഈ 3 പിക്സൽസ് ആയിരിക്കും ഇതിൻ്റെ ഇപ്പം ഞാനിതിനെ P എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ N4 ഓഫ് P എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? ഇവിടെയുള്ള 1, ഇവിടെയുള്ള 0 അല്ലേ? ഇവിടെയുള്ള 0, പിന്നെ ഇവിടെയുള്ള 1. അപ്പോൾ ഈ വാല്യൂസ് ആയിരിക്കും N4 ഓഫ് P എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ നമ്മൾ ഏതൊക്കെ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ? ഫസ്റ്റ് 2 പിക്സൽസ്, ഇവിടെ P, ഞാനിത് Q കൊടുത്തു. അപ്പം Pയും Qയും 4 അഡ്ജസ്റ്റൻ്റ് ആകാനുള്ള കണ്ടീഷൻ എന്താണ്? Q എന്ന് പറയുന്നത് ഇത് സപ്പോസ് ഇത് P, ഇത് ഞാൻ Q, ഇവിടെയുള്ളൊരു Q, ഇതാണ് Q. ഓക്കെ, അപ്പം Pയും Qയും ആവാനുള്ള കണ്ടീഷൻ എന്താണ്? നെയ്ബേഴ്സ് ആവാനുള്ള കണ്ടീഷൻ എന്താ? പറ. അല്ല, അഡ്ജസ്റ്റൻ്റ് ആവാനുള്ള കണ്ടീഷൻ എന്താ അഭിജിത്തെ പറ. Q എന്ന് പറയുന്നത് N4 ഓഫ് P ന്റെ മെമ്പർ ആയിരിക്കണം. Q എന്ന് പറയുന്നത് N4 ഓഫ് P യിലെ മെമ്പർ ആയിരിക്കും. അപ്പോൾ ഇത് മെമ്പർ അല്ലേ? മെമ്പറാണ്. അപ്പം ഇത് രണ്ടും എന്താണ്? 4 അഡ്ജസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു വര ഇട്ടിട്ട് കാണിക്കാം. ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അത് N4 ഓഫ് P ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം. സിമിലർലി പിന്നെ ഉള്ള ഇപ്പുറത്തെയാണ് ആ 0 ആണ് നമ്മളെ എന്ത് വരുന്നത്? ഫോർത്ത് നെയ്ബർഹുഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ 0 എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ സെറ്റിൽ എന്തേ ഉള്ളൂ? 1 ഉള്ളൂ അല്ലേ? അപ്പോൾ അതിന് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, സെറ്റിലുള്ള വാല്യൂസിനെ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെയുള്ളത് മെമ്പർ എന്ന് പറയുന്നത് ഈ 1 ആണ്. ആ 1 ഫോർത്ത് നെയ്ബർഹുഡ് ആണ് അല്ലേ? അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരക്കാൻ പറ്റും. അപ്പം ഈ 1 വരുന്ന 4 അഡ്ജസൻസി ഒബേ ചെയ്യുന്ന മെമ്പേഴ്സിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ലൈൻ ഇട്ടിട്ട് വരക്കും. ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഈ 1 കൺസിഡർ ചെയ്തു, ഈ 1 കൺസിഡർ ചെയ്യുക. ഈ 1 കൺസിഡർ ചെയ്യുമ്പോൾ ഏതായിരിക്കും അഡ്ജസൻ്റ് ആയിട്ട് വരുന്നത്? ഈ Q, ഇതിനെ ഞാനിപ്പോൾ P ആക്കി. ഓക്കെ, ഇനി ഇതിന് ചുറ്റിലുള്ള പിക്സൽസിനെ നോക്കുക. അതിൻ്റെ അകത്ത് 1 ചുറ്റിലുള്ള പിക്സൽസ് എന്ന് വെച്ചാൽ ഫോർത്ത് നെയ്ബർഹുഡ് ആയിട്ടുള്ള പിക്സൽസിനെ നോക്കുക. ആ പിക്സൽസിൽ ഏതൊക്കെയാണ് 1 എന്ന് വരുന്നത് നോക്കുക. അതുണ്ടെങ്കിൽ 1 ഉണ്ടെങ്കിൽ അതിന് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരക്കാം. അപ്പോൾ ഇത് ഓൾറെഡി ഇവിടെ ഈ 1ഉം 0 ആയിരിക്കും ഇതിൻ്റെ, ഈ 1ഉം ഈ 0 ആയിരിക്കും ഇതിൻ്റെ 4 നെയ്ബർഹുഡ് എന്ന് പറയുന്നത് അല്ലേ? ഫോർത്ത് നെയ്ബർഹുഡ് മെമ്പേഴ്സ്. അപ്പോൾ ഇതിൽ ഈ 1 മാത്രമാണ് എന്ത് വരുന്നത്? ആ സെറ്റിലുള്ള വാല്യൂ 1 വരുന്നത്. അതുകൊണ്ട് നമ്മളവിടെ ഓൾറെഡി നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു പിക്സലിനെ മാത്രം നമുക്ക് 4 അഡ്ജസ്റ്റൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും.
സിമിലർലി നമ്മൾ ആ വണ്ണിൻ്റെ കഴിഞ്ഞു, ഇനി അടുത്ത വണ്ണി നോക്കാം. ഈ വണ്ണ് കഴിഞ്ഞു, ഇനി അടുത്ത വണ്ണ്, ഈ വണ്ണ് സെൻട്രലുള്ള വണ്ണിനെ നോക്കാം. അതിൻ്റെ 4 നെയ്ബേഴ്സ് ഏതൊക്കെയായിരിക്കും? ഏതൊക്കെയായിരിക്കും 4 നെയ്ബേഴ്സ്? പറ. 1 ഉം 0 ഉം 0 ഉം 0. 1 0 0 ഈ ചുറ്റിലുള്ള നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ അതുമായിട്ട് 1 വരുന്ന ഏതാണ്? ആ സെറ്റിലുള്ള വാല്യൂ വരുന്ന ഈ മുകളിലത്തെ 1 മാത്രമായിരിക്കും അല്ലേ. ബാക്കിയൊക്കെ 0 ആണ്. അപ്പോൾ അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് രണ്ടും 4 അഡ്ജസ്റ്റൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മളിപ്പോൾ വരച്ച വരയാണ്. ഇനി അവസാനത്തെ 1 നോക്കുക, ഇവിടെയുള്ള 1. ഈ 1ൻ്റെ 4 നെയ്ബേഴ്സ് ഏതൊക്കെയാണ്? 0 0 ആണ്. അപ്പോൾ 0 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഈ സെറ്റിലുള്ള 4 അഡ്ജസൻസി ഒബേ ചെയ്യുന്നത് ഇഫ് വി ഈസ് ഈക്വൽ ടു 1 ആണെന്ന കേസിൽ. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ഹർഷ് ക്ലിയർ ആകുന്നുണ്ടോ പറയുന്നത്? സൗമ്യ മനസ്സിലായോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇതേപോലെ തന്നെ 8 അഡ്ജസൻസി നിങ്ങൾ കാണിച്ചാട്ടെ. 8 അഡ്ജസൻസി എങ്ങനെയാണ് നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ. ഓക്കെ, ഇതിനെ തന്നെ നമുക്ക് 8 അഡ്ജസൻസി വെച്ചിട്ട് നമുക്ക് നോക്കാം. എങ്ങനെയാണ് വരുമോ? ഞാനിവിടെ മായ്ച്ചു. നമ്മുടെ സെറ്റിലുള്ളത് 1 തന്നെയാണ് 8 അഡ്ജസൻസി. അപ്പോൾ 8 അഡ്ജസൻസി 2 പിക്സൽസ് തമ്മിൽ 8 അഡ്ജസൻ്റ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ഇപ്പോൾ ഒരു പിക്സൽ പിയും അടുത്ത പിക്സൽ ക്യൂ ആണെങ്കിൽ ക്യൂ എന്തായിരിക്കണം? ക്യൂ വിൽ ബി ദ മെമ്പർ ഓഫ് N8 ഓഫ് പി അല്ലേ. ക്യൂ ഷുഡ് ബി ദ മെമ്പർ ഓഫ് N8 ഓഫ് പി. അതിൻ്റെ 8 നെയ്ബർഹുഡിലെ മെമ്പർ ആയിരിക്കണം എന്ത്, ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ ഈ പി നേരത്തെ ചെക്ക് ചെയ്ത പോലെ തന്നെ ഈ 1നെ നമ്മൾ അടുത്ത 1 ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ അത് 8 നെയ്ബർഹുഡ് ഒബേ ചെയ്യുന്നുണ്ടോ ശിശിര? ഡയഗണൽ മാത്രമല്ല നോക്കണം. 8 എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ 4ൻ്റെയും N4 ഓഫ് പിൻ്റെയും ND ഓഫ് പിൻ്റെയും ടോട്ടലാണ്. അപ്പം ഓക്കെ. അപ്പോൾ ഈ 1 എന്ന് പറയുന്ന നമ്പറിൻ്റെ 8 നെയ്ബർഹുഡിലുള്ള പിക്സൽസ് ഏതൊക്കെയായിരിക്കും? അതാദ്യം പറ. ഈ 1 എന്ന് പറയുന്ന നമ്പറിൻ്റെ 8 നെയ്ബർഹുഡിൽ വരുന്ന പിക്സൽസ് ഏതൊക്കെയായിരിക്കും? ഒന്ന് ഈ 1 വരും അല്ലേ, ഈ 1 വരും, പിന്നെ ഈ 0 വരും, ഈ 1 വരും, ഈ 0 വരും, ഈ 0 വരും. ഇതൊക്കെ അതിൻ്റെ 8 നെയ്ബർഹുഡ് പിക്സൽസ് ആയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ശിശിര ക്ലിയർ ആണോ പറയുന്നത്? അപ്പോൾ ഈ 1ഉം ഈ 1ഉം നമ്മൾ ചെക്ക് ചെയ്യുന്നതാണെങ്കിൽ അത് N8 ഓഫ് പിയിലുള്ളൊരു മെമ്പറാണ്. സോ അതെന്തായിരിക്കും? 8 അഡ്ജസൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സിമിലർലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെയും ഈ 1ഉം അതേപോലെ വരക്കാൻ പറ്റും. അതായത് അത് 8 അഡ്ജസൻ്റ് ആയിട്ടുള്ള നമ്പർ ആയിരിക്കും. ഇനി ബാക്കി 1ഉം ഈ 1 ഈ 1 ഈ 1 ഉണ്ട്. അത് നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്തിട്ട് വരുമോ, 8 അഡ്ജസൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് വരുമോ. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ വിൽ ഡിസ്കസ് M അഡ്ജസൻസി, മിക്സഡ് അഡ്ജസൻസി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് ചെയ്തിട്ട് വരുമോ കേട്ടോ എല്ലാവരും. ബാക്കി നമ്പേഴ്സ് ചെക്ക് ചെയ്ത് എങ്ങനെയാണ് ഏതൊക്കെ തമ്മിലാണ് കണക്ടിവിറ്റി വരുമോ ചെക്ക് ചെയ്തിട്ട് വരുമോ. ഓക്കെ. നിങ്ങളൊന്ന് അറ്റൻഡൻസ് അഭിജിത്തുണ്ട്, അനുബന്ധുണ്ട്, അർച്ചിത, അവരൊക്കെ ആബ്സെൻ്റ് ഇപ്പം. ഗോപിക്ക് ആബ്സെൻ്റ് അല്ലേ, ചന്ദ്രലേഖ ആബ്സെൻ്റ്, അശ്വിൻ ആബ്സെൻ്റ്. Okay, thank you.